ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, ധ്യാനക്കുട്ടൻ ധ്യാനക്കുട്ടൻ ധ്യാനക്കുട്ടൻ്റെ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ കാർബോർഡിൽ കളർ അടിച്ച് വെച്ചിട്ട് ധ്യാനെന്നൊക്കെ പേര് കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? എല്ലാ സ്ഥലത്തും നല്ല അടിപൊളി മഴയല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ. പണിയൊന്നുമില്ല തന്നെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് നമുക്ക് യൂട്യൂബിൽ വന്ന ഒരു കമന്റിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ ദിവസവും ഈ കമന്റ് കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഓരോ കമന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇന്ന് ഭയങ്കര ഒരു വിഷമോ. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മളെ ഇടുന്ന എല്ലാ വീഡിയോന്റെ താഴത്തും നെഗറ്റീവ് കമന്റ് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഞാനത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഞാനത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇന്നിട്ട ഒരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിൽക്ക് പോനില്ല അപ്പൊ പറയട്ടെ കേട്ടാ. എന്നിട്ടൊരു കമന്റ് എന്ന് വെച്ചാൽ ഞങ്ങളെന്തോ വലിയ യൂട്യൂബർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന, പിന്നെ നിങ്ങൾക്ക് എന്തോ അങ്ങനെ വലിയ വിചാരമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര എന്താണ് മൂപ്പർ ഉദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പിന്നെ ഞങ്ങളെന്തോ വലിയ യൂട്യൂബേഴ്സ് ആവാനുള്ള തിടുക്കത്തിലാണ്. എന്റെ പൊന്നു ചേട്ടാ, സംഭവം റെഡിയാ, എല്ലാരും അങ്ങനെ തന്നെയാ. ഈ ഒരു എന്താ പറയാ, ഇപ്പൊ കമന്റ് ഇട്ട ചേട്ടനായാലും പ്രസവിച്ച ഉടനെ തന്നെ വലിയതായല്ലോ. എല്ലാവരും താഴെ മുതല് എന്താ പറയാ ഓരോ സ്റ്റെപ്പ് പടി പടി പടിയായിട്ടേ ഉയർന്നു വരുള്ളൂ. അല്ലാണ്ട് ഉടനെ തന്നെ ഒറ്റയടിക്ക് അങ്ങനെ വളർന്നു വരുമൊന്നുമില്ല. ഏഹ് പിന്നെ എന്താ പറഞ്ഞ, ഞങ്ങൾ എന്തോ വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്ന, ഞങ്ങൾ ഇന്ന് വരെ ഒരാളെ മുന്നിലും വലിയ ആളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ഏതൊരാൾ വന്ന് സംസാരിച്ചാലും കൂടി ഞങ്ങൾ സമയമില്ലെങ്കിൽ കൂടി അയാളോട് സംസാരിച്ച് അയാളോട് എന്താ പറയാ ടാറ്റ കൊടുത്ത് ബൈ കൊടുത്ത് അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന് വരെയും പിരിഞ്ഞിട്ടുള്ളൂ കേട്ടാ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വരെയുള്ളത്. കാരണം ഞങ്ങൾക്ക് ജാട കാണിക്കേണ്ടതോ അല്ലെങ്കിൽ ജാട കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. എന്താ ഞങ്ങൾക്ക് ജാട കാണിക്കാനുള്ളത്? ഏഹ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടാ. അപ്പോൾ ഇന്നലെ ഇതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ അകത്ത് നമ്മൾ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു. സത്യമാണ് ഗൈസ്. ഇപ്പാണ് മനസ്സിലാകുന്നത്. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കാരണം നമ്മളൊന്ന് എന്താ പറയാ വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ ഇതിന് പൈസ കിട്ടണോ അല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് അതാക്കണം ഇതാക്കണം അങ്ങനെ ഒന്നും വിചാരിച്ചൊന്നുമില്ല. നമ്മളൊരു എന്താ പറയാ കുറച്ച് സമയം നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് സമയം അത് മാത്രമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടന്റ് വീഡിയോ ഒന്നല്ലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി വ്ളോഗിന്റെ സ്ഥിരം ചെയ്യല്. അതിനുശേഷമാണ് നമ്മൾ പെട്ടെന്ന് എന്താക്കിയ ഒരു കണ്ടന്റ് വ്ളോഗിലേക്ക് ഒരു ദിവസം കയറി വന്നത്. പിന്നെ അതിന് ആ ഒരു പാത ഇങ്ങനെ തുടർന്ന് വന്നാട്ടാ. അപ്പോൾ പിന്നെന്താ വേറെ എന്താ പറഞ്ഞത്, പിന്നെ എന്തൊക്കെയോ ആവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ആവുന്നില്ല. സത്യമാണ്, ഞങ്ങൾ ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല. ആ ചേട്ടൻ പറഞ്ഞ വളരെ സത്യമായ കാര്യമാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ആയിട്ടും നമ്മളൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോഴും നമ്മളെ ഈ എന്താ പറയാ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പിച്ച വെച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ ഓടാനോ എണീറ്റ് നടക്കാനോ വരെ നമുക്ക് എന്തായിട്ടില്ല, ആയിട്ടില്ല. നമ്മളിപ്പോഴും പിച്ച വെച്ചിട്ടാണുള്ളത്. അപ്പോ എന്താ പറയാ നമ്മളൊരു ആഗ്രഹം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം, അതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കുറച്ച് ചെറിയ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കി നമുക്ക് രണ്ട് നില വീട് വെക്കാം അല്ലെ കാറ് വാങ്ങാം, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെന്താ പറയാ, നമ്മൾ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ഏതൊരാൾക്കായാലും കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു ആഗ്രഹത്തിൽ പെട്ടതാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം എന്ന് ഇടുന്നതെന്നൊക്കെ. അപ്പൊ അതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ഇങ്ങനെ പറയണം തോന്നി. അപ്പൊ ഓക്കെ, അപ്പൊ നാളെ നമ്മളെ മറ്റേ വീഡിയോ ആയിട്ട് കാണാം. യാരസേ, എന്താ മോന് പറയാനുള്ള പറഞ്ഞു കൊടുക്ക്. വാ, ഞാൻ ഭയങ്കര തിരക്കിലാട്ടോ. ഇവിടെ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്ന. അതേപോലെ നമുക്ക് ജിത്തുനുണ്ട് കണ്ടേ. ജിത്തു അകത്ത് കുളിയും കാര്യങ്ങളൊക്കെ അയച്ചു നിൽക്കുന്നത്. ഫോണ് കാണുന്ന കാണിച്ചു തരാം. നിനക്ക് കമന്റ് വായിച്ചപ്പോ എന്താ തോന്നി? നമുക്ക് എന്താ നമ്മള് അങ്ങനെ ജാടയോ കാണിക്കലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളിപ്പോ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നില്ലേ, നമ്മൾ തിരിച്ചറിയുന്നില്ലേ? ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് ഫലമായിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് വെറും അസൂയയും കുശുമ്പും കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. അല്ല, നമ്മൾ ഇന്ന് വരെ നമ്മളെ അടുത്ത് വന്ന ഒരാളെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ എത്ര തിരക്കാണെങ്കിൽ കൂടി അവരുടെ അടുത്ത് പോയിട്ട് ഷെയ്ക്കേണ്ട ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ചില്ല നമ്മൾ ഇതുവരെ തിരിച്ചു വന്നിട്ടുള്ളൂ അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ വലിയൊരാളായിട്ട് എനിക്ക് തോന്നില്ല. എപ്പെങ്കിലും നമ്മൾ വലിയൊരാളാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ ഇല്ലേ? വിഷമമുണ്ട്. പിന്നെ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും. എന്തിനെ നല്ലതിനെയും മോശമായിട്ട് കാണുന്ന രീതിയിലുള്ള ചിന്താഗതിയിലുള്ള പ്രശ്നമാണത്. നമുക്ക് അവരെ ഒന്നും മാറ്റാൻ പറ്റൂല.
അപ്പൊ ഞങ്ങള് ആദ്യം മുതലേ നമുക്ക് കുറച്ച് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനായിരുന്നു കമന്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഇടുന്നതിലാണ്, ചെറിയ ചെറിയ വ്ളോഗ് ഇടുന്നതിലെല്ലാം നമുക്ക് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഗൈസ് എന്തായാലും ഞങ്ങളെ തീരുമാനം വെച്ചാൽ നമ്മൾ ഇനിയും വീഡിയോ ഇട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ്. അപ്പൊ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാർ അവിടുന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഇപ്പൊ ഇത് റിപ്ലൈ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇത്ര നാളത്തെ വീഡിയോ നമുക്ക് എന്ന് വെച്ചാൽ നല്ല നല്ല പോസിറ്റീവായുള്ള കമന്റ്, നിങ്ങളെ വീഡിയോ അടിപൊളിയാണ്, നിങ്ങൾ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കമന്റ് തീർത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് വന്നപ്പോ ഒരു ചെറിയൊരു മാനസിക വിഷമം അല്ലെ, പ്രയാസം. എനിക്കില്ല, കാരണം പ്രജീഷാടിനെ കൂടി ബാധകമായിട്ട് ഇപ്പോഴാണ് നെഗറ്റീവ് കമന്റ് എല്ലാം തരുന്നത്. അതാണ് പ്രജീഷാടിന് എന്ത് വിഷമാണ്. എന്നെ സംബന്ധിച്ച് പണ്ട് ഈ വീഡിയോ തുടങ്ങിയവരെ നാത്തൂന്, നമുക്കറിയാലോ ഈ ഫാമിലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് നമുക്ക് റീച്ച് ആവുന്ന വീഡിയോസ് എല്ലാം. അന്നേരം ദുഷ്ട കഥാപാത്രമായിട്ട് ചെയ്യുന്ന അധികം ഞാനായിരിക്കും. അപ്പൊ എനിക്ക് എന്താ പറയാ, ഫുള്ള് തെറിവിളിയോ എല്ലാം ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. അതെന്താക്കും, നമ്മൾ അടുത്തുള്ളവർ തന്നെ എന്താക്കും, സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതിന് നല്ലവരായ കുറച്ചുപേര് നമ്മളോട് പറയാം. അന്നേരം അവര് പറയും, ഇവിടെ കുറച്ചുപേര് നമ്മളോട് പറയും കേട്ടോ, നെഗറ്റീവ് കമന്റ് ഒന്നും നോക്കണ്ട, നിങ്ങളെ വീഡിയോസ് ചെയ്യുന്നില്ലേ, സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. ചിലവരുണ്ട് ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പാസ് ചെയ്തിട്ട് ഇതൊക്കെ ആളെ പറഞ്ഞത് കേട്ടോ, അങ്ങനെയാ ഇങ്ങനെയാന്നെല്ലാം പറയും. പിന്നെ എനിക്ക് ഒരു വിഷമമായ, നേരിട്ട് ഒരാള് ഒരു കാര്യം പറഞ്ഞു. അന്നേരം എനിക്കത് ഭയങ്കര വിഷമമായി. അതിന് ഞാൻ കുറെ കാര്യമെല്ലാം ചെയ്തിട്ടോ. പിന്നെ മെസ്സേജ് വരുന്നതോ കമന്റ് ആയിട്ട് എഴുതി വിടുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പ്രജീഷാടിനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രജീഷാടിന് ഇപ്പോഴാണ് അത് അനുഭവിച്ചു വരുന്നത്. എനിക്കും അമ്മയ്ക്ക് ശീലമാണ്. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഇടും. അപ്പോൾ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്ക് കമന്റ് ഇടാം. ഇതുപോലത്തെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ ഇനിയും നെഗറ്റീവ് കമന്റ് ഇടാം. കമന്റ് ഇടും, നമുക്ക് പ്രചോദനം ഉണ്ടാവും. അതെ അതെ അതെ, പുതിയ വീഡിയോസ് ഉണ്ടാവാം. അതെ അതെ അതെ. അപ്പൊ ഓക്കെ, ബൈ ബൈ. നാളെ നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.